അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ താമരശ്ശേരിയിലുണ്ടായ ആ വിദ്യാർത്ഥിയുടെ കൊലപാതകം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. താമരശ്ശേരിയില് ഒരു പയ്യനെ വിദ്യാർത്ഥി നെഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊന്ന സംഭവം, അത് ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ന്യൂസ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് പരീക്ഷയാണ്, അവരുടെ SSLC പരീക്ഷയാണ്. അതിന് വിദ്യാർത്ഥികളെ 5 പ്രതികളെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നുണ്ട്. പരീക്ഷ കേന്ദ്രം മാറ്റിയിട്ട് ഇവരെ വേറെയാണ് പരീക്ഷ എഴുതിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇവരെ പരീക്ഷ എഴുതിപ്പിക്കാൻ. ഇനി എന്തിനാ ആ പയ്യൻ എഴുതാത്ത പരീക്ഷ, ഷഹബാസ് എഴുതാത്ത പരീക്ഷ ഇവന്മാരും എഴുതണ്ട. അതാണ് എന്റെ അഭിപ്രായം. കാര്യം അതല്ലേ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുത്തന്നെ കൊലപാതകത്തിലേക്ക് ഇട്ടിട്ട് അവരെ തന്നെ പരീക്ഷ എഴുതി അവര് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് തീർത്തും യോജിപ്പില്ല. ഇവന്മാർക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവന്മാര് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ അങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്മാർക്കും നല്ലതായിട്ടുള്ള അങ്ങനെ ഒരു നിയമം വരണം. ഒരു 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നിയമം വരേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നാതിരിക്കത്തുള്ളൂ. ഇപ്പൊ എന്റെ ഒരു ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ പിള്ളേരെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറ അവര് വിചാരിക്കും 18 വയസ്സിന് താഴെയുള്ളവരെ എന്ത് ചെയ്താലും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചോരത്തിളപ്പ ആ ഒരു ടൈമില് എല്ലാ പിള്ളേർക്കും തോന്നുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി ഈ കൊലകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലൊരു ശിക്ഷ തന്നെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളവരും പേടിച്ചത് ചെയ്യാണ്ടിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ പരീക്ഷ എഴുതാൻ കൊണ്ട് നടക്കുകയും അവരെ ജയിലിലിടാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രവീന്ന് പോലും വിളിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരന്റെ കാര്യം ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഇതിനകത്ത് ഇട്ടത്. ശരിക്കും ഈ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഇതിനകത്ത് കൊണ്ടുവന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പൊ ആ ഒരു സംഭവം ഇതിനകത്ത് വേണോന്ന് വിചാരിച്ചു, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് അതൊന്ന് താരതമ്യം ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് തന്നെ എടുത്തത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ്. എന്താണ് ചെറിയൊരു നിസാര പ്രശ്നങ്ങൾക്കാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ചെറിയൊരു കൂവലിന്റെ പേരിലാണ് ഈ പയ്യനെ അടിച്ചു കൊന്നു കളഞ്ഞത്. അതുപോലെ തന്നെ മറ്റേ അപ്പാൻ എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ഈ 5 പേരെ കൊന്നു. എന്തിനാ കാരണമെന്ന് പോലും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അവന്റെ ഫാദർ വന്നിട്ട് പറയുന്നു നമുക്ക് കടമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള കടമൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ഇതിനകത്ത് അവന് തന്നെ അറിയത്തില്ല അവൻ എന്തിനാ കൊന്നേന്ന്. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ലഹരിയാണ് ഇതിനകത്ത് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ചോക്ലേറ്റിൽ 4 വയസ്സുള്ള ഒരു പയ്യൻ തലറങ്ങി വീണു. എന്താ സംഭവം എന്ന് വെച്ചപ്പോ ചോക്ലേറ്റ് കഴിച്ചതാണ്. ആ ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിനകത്ത് ലഹരിയുടെ അംശമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയൊക്കെ ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് തന്നെ ഈ ലഹരി കിട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? ഈ ചോക്ലേറ്റിലും കാര്യങ്ങളിലും ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബിസിനസ് ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ ഈ ചോക്ലേറ്റിന് വേണ്ടി കിടന്ന് കരയും, മാതാപിതാക്കൾ അത് വാങ്ങിച്ചു കൊടുക്കും. അവരൊന്നും അത് അറിയുന്നില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് പതിയെ അവര് പോലും അറിയാണ്ട് ലഹരിക്ക് അടിമയാവുകയാണ്. ഈ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ലൈഫിനകത്ത് നടന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് തുറന്നു പറയുകയാണ്. കാര്യം പുള്ളിക്കാരൻ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ പുള്ളി നല്ല ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നേരത്തെ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ശരിക്കും എനിക്ക് ആ ഒരു വീഡിയോ ഫുള്ള് ഞാനിരുന്ന് കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് പുള്ളിക്കാരനോട് നല്ലൊരു ബഹുമാനം തോന്നി. ബഹുമാനത്തിലുപരി എനിക്ക് ആ പുള്ളിക്കാരന്റെ ഉമ്മയോട് ഒരു നല്ലൊരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരിലൂടെ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിക്കും ഈ ഒരു പയ്യൻ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലും അതൊരു ഇൻസ്പയർ ആവുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും പുള്ളി ആ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടു നോക്കാം. എന്റെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ് ഫാദറോടെ പോയി ഫാദറിന്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമന്റ്സ്. അപ്പൊ ഈ പയ്യനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ എന്ന് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും പുള്ളിക്കാരൻ മറുപടി പറഞ്ഞിട്ടില്ല. പഴയ വീഡിയോസിലൊക്കെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ശൈലിയാണ്. പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല, ഏതാന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിന് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്, ഭയങ്കര വലിയ ഫാമിലി, കുറേ അങ്ങനത്തെ ഒരു കാറ് വാങ്ങുക, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല, നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഇപ്പം എന്താ പറയുക, ഏറ്റവും ചെറിയ ഒരു വീട്, ലൈക്ക് ഒരൊറ്റ റൂമുള്ളൊരു വീടല്ലേ, അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും
ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് കാണാം. അതിനു മുന്നേ ഞാൻ പറയുവാണ്, ഈ നഞ്ചക്ക് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവവും, ഷഹബാസിനെ നഞ്ചക്ക് കൊണ്ട് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവവും, പിന്നെ അല്ലാതെ വേറൊരു പയ്യൻ മേളിൽ കെട്ടിടത്തിൽ നിന്ന് കൂട്ടുകാരുടെ പുള്ളിങ് കൊണ്ട് ആടി ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവവും, അതുപോലെ തന്നെ ഈ അഫാൻ എന്ന് പറയുന്ന ആ പയ്യൻ പിന്നെ ഈ ലഹരിക്ക് അടിമയാണോ എന്തോ അറിയത്തില്ല, അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ ഒരു സംഭവം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് കൊലപ്പെടുത്തിയത്, സ്വന്തം അനിയനെയും. ആ ഒരു സംഭവവും അതുകൊണ്ടാണ് എങ്ങോട്ടാണ് ഈ തലമുറയുടെ പോക്ക്? ഇങ്ങനെയുള്ള തലമുറകൾ അല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ട് വേറെ രീതി പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട്. അവരെ വാർത്തെടുക്കുന്നതിനായിട്ട് വീട്ടുകാർക്ക് ഒരു പങ്കുണ്ട്, സമൂഹത്തിനൊരു പങ്കുണ്ട്, വിദ്യാഭ്യാസത്തിനൊരു പങ്കുണ്ട്. ഈ അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറയുന്ന ആ പയ്യൻ എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് എല്ലാം നേടിയെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. പുള്ളിക്കാരന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു തലത്തിലുള്ള പിള്ളേര് ഉണ്ട് ഈ നാട്ടില്. പക്ഷെ ഇപ്പം ഈ ഒരു 2 സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ വളർന്ന ഒരു തലമുറയും ഇപ്പൊ ഈ ലഹരിക്ക് അടിമകളായ ഒരു തലമുറയും, എന്താണല്ലേ ഇത്? എന്തായാലും ബാക്കി കൂടെ കണ്ടുനോക്കാം. ലൈക്ക് ഇപ്പം ഞങ്ങളിൽ അത്രക്കും കുറച്ച് പൈസ മാത്രമുള്ള കാലമായിരുന്നു. എന്നാലും എന്നെ ഡ്രോയിങ്ങിന് വിടും, പാട്ട് ക്ലാസ്സിന് വിടും, എന്ത് കാര്യം അറിയില്ല. എന്നാലും ഡ്രോയിങ് ക്ലാസ്, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ്, പിന്നെ പിയാനോ അല്ല ഗിറ്റാർ, ഒരു സാധനം കണ്ടില്ലേ, പുള്ളിക്കാരൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മയെ കുറിച്ചാണ്. കാര്യം ഒന്നുമില്ലാതിരുന്ന സമയത്തും പുള്ളിക്കാരി എല്ലാത്തിനും വിടുവായിരുന്നാ പറഞ്ഞു. ഒന്നിനും പോകണ്ടാന്ന് ഇതാക്കിയിട്ടില്ല. കാശില്ലാതിരുന്ന സമയത്തും എല്ലാത്തിനും പങ്കെടുപ്പിക്കുമായിരുന്നാ പറയുന്നത്. അപ്പോ പുള്ളിക്കാരന്റെ ഉമ്മ അന്ന് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് വിൽക്കുമായിരുന്നു. അതൊക്കെ ഇപ്പൊ വലിയ രീതിയിൽ ചെയ്ത് വലിയൊരു ബ്രാൻഡാക്കി തന്നെ മാറ്റി ഉമ്മയ്ക്ക് ഇപ്പൊ പുള്ളിക്കാരൻ അത് ചെയ്തു കൊടുത്തേക്കുവാണ്. ആ അമ്മ അത്രയും സ്വന്തം വാപ്പ പോലും ഇല്ലാണ്ട് വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മകൻ തന്നെയാണിത്. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എന്റെ പ്രേക്ഷകരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മക്കൾ, നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ അനിയന്മാരുണ്ടാവും, അനിയത്തികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവുമല്ലോ കൊച്ചു പ്രായത്തിലുള്ളവര്. അവരൊക്കെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ടാണോ വളരുന്നത്? എന്റെ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ടാണോ അവര് വളരുന്നത്? നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവരെ നോക്കുന്നത്, അവരെ വളർത്തുന്നത്, എല്ലാം വളരെ കഷ്ടപ്പെട്ടായിരിക്കും. പക്ഷെ ആ കഷ്ടപ്പാട് അവരറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശപ്പ് എന്താണെന്ന് അറിയുന്നുണ്ടോ? ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നുണ്ടോ? അവർ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുന്നുണ്ടോ? പക്ഷെ അതെങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ? നമ്മൾ അവര് പറയുന്ന ഒരു കാര്യം വാങ്ങിക്കൊടുക്കുമ്പോൾ അതെങ്ങനെ അവരുണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ വില എന്താണെന്ന് അവർ അറിയുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ടൊന്ന് കമന്റ് ചെയ്യോ? അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ബാക്കിയുള്ളവർക്കും അതൊന്ന് കാണാനും വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയുക. അതൊന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങളുടെ മക്കളെ അറിഞ്ഞാണോ വളരുന്നത്? ഇത് കുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതറിഞ്ഞാണോ നിങ്ങൾ വളരുന്നതെന്ന്. അപ്പൊ എന്തായാലും ബാക്കിയും കൂടെ കണ്ടുപോകാം. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത്. അതൊരു വലിയൊരു മാസീവ് ഹിറ്റായി. ഞാനും കുഞ്ഞും കൂടി കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് അതൊരു മാസീവ് ഹിറ്റായി. അങ്ങനെ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ സഹോദരിയും കൂടിയാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ചെയ്ത് അവർ നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പിന്നെ ഏറിയും കയറിയിട്ടുണ്ട് കേട്ടോ. ഇവര് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ തളരാതെ മുന്നോട്ട് പോയി. അതിൽ നിന്നുമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടാലും തളരാതെ മുന്നോട്ട് പോവുക, എന്നാലേ വിജയം കണ്ടെത്താൻ പറ്റൂ. നമ്മളൊരു കാര്യം, നമുക്ക് ഇല്ലാത്ത ഒരു ടൈമിലായിരിക്കും മക്കൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അവർക്ക് അത് സാധിച്ചു കൊടുക്കുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ മക്കൾ അത് പറയുമ്പോൾ നമ്മൾ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമ്മൾ അത് സാധിച്ചു കൊടുക്കും. ആ സാധിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ടോ, ഇതെങ്ങനെ വന്നു എന്റെ കയ്യിൽ? ഈ ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ തന്നെ ഇതെങ്ങനെ വന്നു എന്റെ കയ്യിൽ? എങ്ങനെ അവർ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടുന്നുണ്ടോ? ബുദ്ധിമുട്ടിയിട്ടാണോ, അവർ വിഷമിച്ചിട്ടാണോ ഇത് നമ്മുടെ കയ്യിൽ എത്തിയതെന്ന്? ശരിക്കും ഇങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഞാൻ എങ്ങനെയാണ് നിനക്ക് ഈ പൈസ കൊടുത്ത് നിനക്ക് ഞാൻ ഇത് വാങ്ങി തന്നത് എന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളും കൂടെ അവരെ അറിയിക്കണം. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാര്യം എന്നാലേ ഇനിയുള്ള മക്കള് നന്നാവത്തുള്ളൂ. റിയലി ഞാനൊരു കാര്യം പറയുന്നത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വില അറിയില്ല. അവര് ചിലപ്പോൾ ചോദിക്കത്തുമില്ല. അവരൊന്നും അറിയില്ല. നിങ്ങൾ സാധനം വേണമെന്ന് പറയുമ്പോൾ അവര് വാങ്ങിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അത് സംഭവം കൈ കിട്ടിയോ അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ദയവ് ചെയ്തൊരു കാര്യം ഞാൻ പറയുക മാതാപിതാക്കളോട്, ഒരിക്കലും ഒരു ഏജ് എത്താതെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങി കൊടുക്കരുത്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരുടെ മൊബൈലും അവരെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കരുത്. മൊബൈലിൽ കൂടെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈൽ കൊടുക്കരുത്. കാര്യം മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലാണ് നമ്മളെ നശിപ്പിക്കുന്നത്.
പണ്ടത്തെ കാലമല്ല ഇത്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടത്തെ കാലം എന്ന് പറയുമ്പോഴത്തേക്കും മക്കൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പം അവരത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവരവരുടെ ഒരു ലോകത്താണ്. അപ്പോ അവര് പറയുന്നു ഭക്ഷണം വേണം, ഡ്രസ്സ് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, സൈക്കിൾ വേണം, മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ വിചാരം എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അവര്. നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളെ എല്ലാം ചോദിച്ചാൽ കിട്ടുന്ന ഒരാളായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഒരു ഫീലിങ്സ് ഉണ്ടാവത്തില്ല. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള ഒരു ഫീലിങ്സ് വരണമല്ലോ അവർക്ക്, അതുണ്ടാവത്തില്ല. ചിലപ്പം ചില തലതെറിച്ച നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല പറ്റത്തില്ല, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ഒരുപാട് പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇവന്മാര് ചോദിക്കും, അല്ലെങ്കിൽ ഇവന്മാര് ചോദിക്കും പിന്നെ എന്തിനാ ഞങ്ങൾ ഉണ്ടാക്കാൻ പോയെന്ന് ചോദിക്കും. അങ്ങനത്തെ ചില മക്കളുണ്ട്. അങ്ങനെയുള്ള തലതെറിച്ച മക്കളാണ് മറ്റേ ആ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്ന ആ പയ്യന്മാരില്ലേ, അങ്ങനെയുള്ളവന്മാര്. ബാക്കി കൂടെ കേൾക്കാം. എനിക്ക് അന്നൊരു ലാപ്ടോപ്പ് ലൈക്ക് അറൗണ്ട് ഒരു 80K ലാപ്ടോപ്പ് ഒക്കെ ആയിരുന്നു. അത് വാങ്ങി തന്നെ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് എനിക്ക് വാങ്ങിക്കൊടുത്തെന്ന് കഴിച്ചിട്ട്. പക്ഷെ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 100, 200, 300 അങ്ങനത്തെ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലേക്ക് ഞങ്ങൾ എത്തി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ താങ്ക്സ് ടു യൂട്യൂബ് ഈസ് മൈ സെക്കൻഡ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മ അങ്ങനെയാണ്. ഈ യൂട്യൂബ് സെക്കൻഡ് ഗോഡ് എന്ന് പറയുന്നില്ലേ, അത് ശരിക്കും സത്യമായിട്ടോ. യൂട്യൂബിൽ കൂടെ രക്ഷപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ വെറുതെ ഒരു ലാപ്ടോപ്പ് ഇരുന്നു. ആ ലാപ്ടോപ്പിൽ കുറെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്കാരൻ. അങ്ങനെ എഡിറ്റ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, അനിയത്തിയായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഹിറ്റായി. അവരിപ്പം ഒരു ലാപ്ടോപ്പ് അല്ല 300, 400, 500 ഒക്കെ ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഇപ്പൊ ഒരു കപ്പാസിറ്റിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇവര് കുറെ നാൾക്ക് മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഇവര് ഒരു മാസം 10 ലക്ഷം രൂപ റവന്യൂ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം ആണെങ്കിൽ 2-3 ലക്ഷം രൂപയാണ് അവർക്ക് എല്ലാ മാസവും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുവാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഇരുന്ന് വീഡിയോ ഇട്ടാൽ കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. നമ്മൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഡെയിലി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണിത്. ഹാർഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഉമ്മ കഷ്ടപ്പെട്ടത് കണ്ട് മനസ്സിലാക്കി, ആ വേദന മനസ്സിലാക്കി, ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരും ആ ഒരു കഷ്ടപ്പാടിലേക്ക് ഇറങ്ങിയത്. ബാക്കി കൂടെ കാണാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് പോവുക. ഈ പാർട്ടി ഡാൻസ് ഒന്നിനും ക്ലിക്ക് ആയില്ല. ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക, വീഡിയോ ചെയ്ത്. കാരണം ഇത്ര പൈസയുടെ സാധനം വാങ്ങിയതല്ലേ, ഇത് വെറുതെ നടന്ന് പൈസന്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അതിലൊരു മാറ്റം ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം നന്നായിട്ട് അറിയാം, എങ്ങനെ എടുത്തു വെക്കണം നന്നായിട്ട് അറിയാം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് നന്നായിട്ട് അറിയാം. അതൊക്കെ പഠിച്ച് എല്ലാം ഓൾവേസ് താങ്ക്സ് യു. ഇതാണ് നമ്മുടെ ഇന്നത്തെ തലമുറക്ക് അറിയാത്ത കാര്യം. പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല, പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് അറിയാം, പൈസ നാളത്തേക്ക് എങ്ങനെ നമ്മൾ മാറ്റി വെക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോഴേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം പൈസ എങ്ങനെ ചെലവാക്കണം, പൈസ എങ്ങനെ ഉണ്ടാക്കണം, പൈസ എങ്ങനെ ശേഖരിക്കണം എന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടുകാരുമായിട്ട് മക്കള് പിന്നെ വലിയ മിങ്കിൾ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിൽ ഒരു വീട്ടില് അച്ഛനൊരു ഫോണ്, അമ്മയ്ക്കൊരു ഫോണ്, മക്കൾക്ക് 2 ഫോണ്. ഇങ്ങനെയാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്കൂളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും, അച്ഛനും അമ്മയും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, എന്നിട്ട് മൊബൈലിലാണ്. പിള്ളേര് പറയുന്നത് അങ്ങോട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നത് അങ്ങോട്ട് പിള്ളേര് കേൾക്കാനോ ഒന്നും ആർക്കും ഇപ്പൊ സമയമില്ല. എല്ലാവരും ഇപ്പൊ വേറൊരു ലോകത്താണ്, മൊബൈലിന്റെ ലോകത്ത്. മൊബൈൽ അഡിക്ഷനിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മമാരെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മക്കൾ അവരവരുടെ വഴിക്ക് പോകും, അവരുടെ ലോകത്തേക്ക് പോകും. മക്കള് നോക്കുമ്പോ അച്ഛനും അമ്മയും ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞ് പോകും. സ്കൂൾ ബാഗിലാണെങ്കിൽ നോക്കുമ്പോ അതിനകത്ത് മൊത്തം ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളും ആയിരിക്കും. അച്ഛനും അമ്മയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം മക്കള് സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മൊബൈൽ അങ്ങ് മാറ്റി വെച്ചേക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും വന്നൊരു ഫ്രീ ടൈം കിട്ടുമല്ലോ, അപ്പൊ ഈ ഫോൺ എല്ലാവരുടെയും ഒരുമിച്ച് മാറ്റി വെച്ചേക്കണം. ഇത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യണം. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എല്ലാം മാറ്റി വെച്ചിട്ട് കുറെ നേരം അവരുമായിട്ട് എല്ലാവരും മക്കളും പിന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിയും ചിരിയും കുറെ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോ, ഒരു മാസം അങ്ങനെ ചെയ്ത് നോക്കിയേ, പിന്നെ അതങ്ങ് നല്ല രസമായിരിക്കും. പിന്നെ അവരുമായിട്ട് നല്ലൊരു പിന്നെ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ലഹരിയുടെ ഉപയോഗങ്ങളെ കുറിച്ചാണെങ്കിലും ഈ വൃത്തികെട്ട രീതിയിലുള്ള മെമ്പർഷിപ്പ് ലൈഫ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഒരു കൂട്ടുകാരെ പോലെ ആക്കിയെടുക്കുക മക്കളെ. അന്നേരം അവർ എന്തുണ്ടെങ്കിലും നമ്മളോട് തുറന്നു പറയും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരെ കടിച്ചു കീറാൻ ചെല്ലാണ്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാണല്ലോ അടിപൊളി ഒരു സ്വർഗം തന്നെയായി മാറും ഓരോ കുടുംബവും. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്.
ലീഗലി എന്താ പറയുക, ലീഗലി എന്താ ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100-200 മടക്കായിട്ട് നമുക്ക് അത് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മുടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മനപ്പം ഞാൻ കൊണ്ടു നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇമ്മ അന്ന് അത് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ കണ്ടില്ലേ, പുള്ളിക്കാരന്റെ ഉമ്മയെ പുള്ളിക്കാരൻ ഇപ്പൊ നോക്കുന്ന രീതി കണ്ടോ? ഇത് കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ഉമ്മ നന്നായിട്ട് നോക്കിയത് കണ്ട ആ ഒരു മകൻ ഇന്ന് ഉമ്മയും ആ കുടുംബത്തിനെയും അടിപൊളിയായിട്ടാണ് നോക്കുന്നത്. ശരിക്കും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ലേ, വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് അങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി കൊടുത്തു. ഉമ്മയും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. എന്ത് നല്ലൊരു ഹാപ്പി മദർ ആയിരിക്കും അല്ലേ അവര്. നമുക്ക് അവരെയും കൂടെ ഒന്ന് കാണണ്ടേ, ആ ഉമ്മയെ ഒന്ന് കണ്ടു. അപ്പൊ നമ്മളുടെ മമ്മി ഞാൻ തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് കിട്ടി. നല്ല എന്താ പറയുക, പൂക്കൾ എന്തോ സാധനം, എന്തോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ. വീഡിയോ കണ്ടില്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ കുറച്ചപ്പം കാണിച്ചു കൊടുത്തിട്ട് എന്റെ സംഭവം ഇമ്മ കുറെ കാലം പറഞ്ഞ ഇങ്ങനത്തെ നമ്മുടെ ഈ പഴയ കഥകളൊന്നും ഇതിന് ഇമ്മന്റെ ലൈഫിന്റെ കാര്യങ്ങളും പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നോണ്ട് ബാബനെ ചോദിച്ചിട്ടാണ് എല്ലാരും ഇങ്ങനെ കമന്റ് ഇടുന്നത്. എന്നും പ്രശ്നം കാര്യം തൊട്ടടുത്താണ് വീട്, മീറ്റർ കണക്കിന് ഈ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അത് കല്യാണം വന്നപ്പോ തന്നെ എന്റെ ആങ്ങള ചേട്ടത്തി ഉമ്മ ആരും സമ്മതിച്ചില്ലായിരുന്നു. കാരണം അത് വേണ്ട, പരിചയമുണ്ട്, അടുത്തടുത്താണല്ലോ. നിനക്ക് എത്രയാ, നിനക്ക് 3 വയസ്സായിരുന്നു. കുഞ്ഞുമോളെ പ്രഗ്നന്റ് ആണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായി സൗന്ദര്യപ്പണക്ക് റെഡി ആയി. പിന്നെ വീണ്ടും അത് അതിലും കൂടുതൽ ഇഷ്യൂസ് കുഞ്ഞുമോൾക്ക് ഓർമ്മയില്ല അല്ല. പിന്നെ എപ്പോഴും കാണുക അടുത്തല്ലേ, ഇപ്പൊ നാളെ തന്നെ നമ്മൾ പോയാലും കാണും. ഞങ്ങളെ നാട്ടിലത്തെ വീടിന്റെ അടുത്താണ് എന്റെ ഹസ്ബൻഡ്. അവിടെ എല്ലാവരും ഫാമിലി അങ്ങനെയാണ്. പിന്നെ അവർക്ക് ഇപ്പൊ ഫാമിലി കുടുംബമൊക്കെ അവർ അവരുടെ ജീവിതം ജീവിക്കും. നമ്മൾ പിന്നെ നമ്മളെന്തിനാ അതിലേക്ക് ഇതിന്റെ സ്റ്റോറി. അപ്പൊ കേട്ടില്ലേ, ഇതാണ് ഉമ്മ. അപ്പൊ ഉമ്മ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയെ വിവാഹം കഴിക്കുന്നു. പിന്നെ പെട്ടെന്ന് ആ ലൈഫ് നിന്നു പോകുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ അതിനുശേഷം പുള്ളിയുടെ ലൈഫ് നോക്കി പോയി ഈ ഉമ്മ മക്കളെയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ലൈഫാണ്. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് അവർ കയറി വന്നു. എന്നിട്ട് നല്ല രീതിയിൽ അവര് അടിപൊളിയായി യൂട്യൂബ് കൊണ്ട് നല്ല അടിച്ചു പൊളിച്ച് ഇപ്പൊ ജീവിക്കും. എനിക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ കുട്ടികളാണെന്ന് കരുതി നമ്മൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. കാര്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു മൃഗം ഉറങ്ങിക്കിടപ്പുണ്ട്. കാര്യം നമ്മളത് ഈ മക്കളോട് പറയുന്നത്, അവരെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന പോലെ വേണം ഇപ്പം മനുഷ്യരെയും ഇണക്കി വളർത്താനായിട്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം അവരെ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മളത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കലിപ്പുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മാറണം. എന്നിട്ട് നമ്മുടെ കൺട്രോളിൽ അവർ വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടിമയാക്കാനല്ല പറയുന്നത്, നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല, അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കണം. നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പണത്തിന്റെ വില, ബുദ്ധിമുട്ടിന്റെ വില, കണ്ണീരിന്റെ വില എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കൊരു പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ എല്ലാ വശവും നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടി എവിടം വരെ പോകും, എന്തൊക്കെ ദേഷ്യം വന്നാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അവരെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. മക്കളെ നമ്മൾ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുക, അതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. ഒരുപാട് ലഹരി മാഫിയകൾ കണ്ണുവെക്കുന്നത് ഈ കുട്ടികളെയാണ്. ഈ കുട്ടികളിൽ നിന്ന് മാത്രമേ ഇതാക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് കുട്ടികളെ നല്ല രീതിയിൽ കണ്ണുവെച്ച് നടക്കുന്ന കഴുകന്മാരാണ് ഈ ലഹരി മാഫിയകൾ എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് ലഹരികൾ ഈ കുട്ടികൾക്ക് കൊടുത്താണ് അവരെ കൈവശപ്പെടുത്തിയാലേ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച് കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം സ്കൂൾ കുട്ടികൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, അത് നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഞാനത് ഈ വീഡിയോ ഇതിനകത്ത് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ. 5-6 കുട്ടികൾ മാറി ഇന്ന് സിഗരറ്റ് വലിക്കുന്നു. ആ ഒരു ക്ലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അറിയില്ല അത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ചിലപ്പോഴേ ഞാൻ ഇടത്തുള്ളൂ. അതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ കുറെ കുട്ടികൾ, ഒരു ഗ്യാങ്, ഒരു 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ആ ഒരു കൊച്ചുകുട്ടികൾ, ആൺകുട്ടികൾ ഇന്ന് സിഗരറ്റ് വലിക്കുന്നു, സ്കൂൾ ബാഗും യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരു ഏരിയയിൽ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ലോകം എങ്ങോട്ടായി പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അഡിക്റ്റഡ് ആയി പോവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നിങ്ങൾ ഒരു കാര്യം എന്തായാലും ചെയ്യണം. എന്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാര്യം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ. നമ്മുടെ ഭാവി അവരാണ്. കാര്യം നമ്മുടെ നാളത്തെ തലമുറ നശിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ മക്കളെ വളർത്തുക. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ, നമ്മുടെ ഭാവി അവരാണ് എന്നൊക്കെ വിചാരിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തുക. അപ്പൊ നമ്മൾക്കും നല്ല രീതിയിൽ ഒരു പങ്കുണ്ട്. ആദ്യം മൊബൈലിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും വേദനകളും പ്രയാസങ്ങളും എല്ലാം അറിഞ്ഞു തന്നെ അവരും വളരണം. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.